നമുക്ക് 48 ഇഞ്ച് ചെസ്റ്റ് അളവൊക്കെ വരുന്ന ചുരിദാറിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം അധികം ആൾക്കാർക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈറ്റ് ഒരു പിടുത്തം പോലെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരളവ് തരുന്ന കറക്റ്റ് ചുരിദാറിൻ്റെ ആം ഹോളിൻ്റെ അളവ് കറക്റ്റായിട്ടൊന്ന് നമ്മൾ എടുത്ത് നോക്കുക. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ചിലവർക്ക് നല്ല ഷോൾഡറൊക്കെ തടിയുള്ള ആൾക്കാരാണെങ്കിൽ ഷോൾഡർ നല്ല ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഷോൾഡർ ഒരു 7.5 ഇഞ്ചൊക്കെ തന്നെ വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്ത് നല്ല വിടുത്ത് വരുന്നുണ്ട്. 48 സൈസ് ഒക്കെ വരുന്ന ചെസ്റ്റ് അളവുള്ള ചുരിദാറാണിത്. അപ്പോൾ ഇതിൻ്റെ ആം ഹോൾ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന മെഷർമെൻറ്റിൽ നമുക്ക് കറക്റ്റായിട്ടൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രണ്ട് പാർട്ട് 12 ഇഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ ബാക്ക് പാർട്ട് 11.5 ഇഞ്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ബാക്ക് പാർട്ടിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ 11.5 ഇഞ്ചാണ് കേട്ടോ അതിൽ അളവെടുത്തപ്പോൾ ബാക്ക് പാർട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ടെക്കിട്ട ഭാഗമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഭാഗത്ത് വേറെ അളവെടുത്ത് നോക്കുക. ഫ്രണ്ടും ബാക്കൊക്കെ നെക്ക് ഒരേ മെഷർമെൻ്റ് ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ടെക്ക് എന്തെങ്കിലും ഫ്രണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ് ഡ്രസ്സ് കിട്ടുമ്പോൾ നോക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് 12 ഇഞ്ചാണ് കേട്ടോ ഫ്രണ്ട് കിട്ടിയിട്ടുള്ളത്. ചെസ്റ്റ് സൈസ് വൺ സൈഡായിട്ട് തന്നെ നമുക്ക് 24 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 48 സൈസൊക്കെ ചെസ്റ്റ് അളവ് ഉണ്ടാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ മെഷർമെൻറ്റ് തന്നതിൽ തന്നെ ഒന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് അതിൻ്റെ കറക്റ്റ് ആം ഹോളിൻ്റെ അളവൊന്ന് എടുത്ത് നോക്കുക. അപ്പോൾ കറക്റ്റാണോ എത്രയാണോ വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് ശരിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആം ഹോളിൻ്റെത് കേട്ടോ. 7.5 ഇഞ്ച് ഷോൾഡറും താഴത്തേക്ക് 8 ഇഞ്ച് വെച്ചിട്ട് കറക്റ്റ് മാർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തപ്പോഴും ആം ഹോൾ കറക്റ്റായിട്ട് നമുക്ക് ആ 11.5 ഇഞ്ച് കിട്ടണില്ല. അപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടി എടുത്തിട്ട് നമ്മൾ സാധാ പോലെ തന്നെ പോയിൻ്റ് ചെയ്തിട്ട് മേലെ നിന്നൊന്ന് അളവ് എടുത്ത് നോക്കുക. ആദ്യം എടുത്ത 8 ഇഞ്ചിൽ 2 ഇഞ്ച് ആം ഹോളിൻ്റെ കർവ് വരക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ആ പോയിൻ്റ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ബാക്കും ഫ്രണ്ടും ആ ലൈനുകൾ ആദ്യത്തെ ലൈൻ 8 കൊടുത്ത പോയിൻ്റ് ഉണ്ടല്ലോ ചെസ്റ്റ് ലൈന് മാർക്ക് ചെയ്യാല്ലേ അതിൽ വെച്ചിട്ട് അളവെടുത്ത് നോക്കുമ്പോൾ നമുക്ക് 11.5 ഇഞ്ച് കറക്റ്റ് കിട്ടണില്ല. മുകളിൽ നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് വേണം മാർക്കിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് പോവുകയും ചെയ്യും 1/2 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇതുപോലെ അളവെടുത്തിട്ട് കറക്റ്റ് പോയിൻ്റ് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ രണ്ടാമത് വീണ്ടും 1/2 ഇഞ്ച് താഴ്ത്തിക്കാണ്ട് ചെസ്റ്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ വീണ്ടും ആ കോർണറിൽ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് മുകളിൽ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് ജസ്റ്റ് നോക്കുക കറക്റ്റ് നമ്മൾ ആം ഹോളിൻ്റെ അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ടൈറ്റ് ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം 8 ഇഞ്ചിൽ താഴത്തേക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് 2 ഇഞ്ച് കോർണറിൽ നിന്ന് പോയിൻ്റ് ചെയ്തിട്ട് അതിൽ നോക്കുമ്പോൾ നമുക്ക് 11 ഇഞ്ചേ കിട്ടണുള്ളൂ. 1/2 ഇഞ്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും കൈ ടൈറ്റായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് 1/2 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കുക. ഇതുണ്ടോ നമുക്ക് 11 ഇഞ്ചാണ് അപ്പോൾ കിട്ടുന്നത്. നമുക്ക് വേണ്ടത് 11.5 ഇഞ്ചാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ 1/2 ഇഞ്ചും കൂടി താഴ്ത്തി എടുത്തിട്ട് കിട്ടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ 12 ഇഞ്ച് ഫ്രണ്ട് നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയാൽ 1/2 ഇഞ്ചും കൂടി കുഴിച്ച് വെട്ടിയ മാർക്കിങ്ങും കൂടി നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അതല്ലെങ്കിൽ ഇത്രയും 5XL 4XL ഒക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആകെ കൈയിൻ്റെ ഇവിടെ പിടുത്തം വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചില ഡ്രസ്സിൽ നമുക്ക് വെച്ച് നോക്കുമ്പോൾ 8 ഇഞ്ച് മുകളിൽ നിന്ന് ജസ്റ്റ് പിടിച്ച് നോക്കുമ്പോൾ 8 ഇഞ്ചൊക്കെ തോന്നും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്താൽ ക്ലോത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് ചെറിയ വേരിയേഷനൊക്കെ വരും. അപ്പോൾ കറക്റ്റ് ആം ഹോളിൻ്റെ അവിടെ തന്നെ ടാപ്പ് ഇങ്ങനെ വളച്ച് പിടിച്ചിട്ട് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മളെ മാർക്കിങ് ഈ വെള്ള ലൈന് കൊടുത്തതാണ് കേട്ടോ. 9 ഇഞ്ച് താഴത്തേക്ക് എടുത്തിട്ട് ആ കോർണറിൽ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അതാണ് ബാക്കിൻ്റെ ആം ഹോൾ വരിക. അതിൽ തന്നെ 1/2 ഇഞ്ച് പോയിൻ്റ് ചെയ്തിട്ട് ഒന്ന് കുഴിച്ച് വെട്ടിയാൽ ഫ്രണ്ടിത്തതും വരും. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിരുന്നു. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് മെഷർമെൻറ്റ് തന്ന അതേ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. ലൈനിങ്ങിലാണ് നമ്മളിപ്പോൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് അളക്കുന്നത് ഫ്രണ്ടാണ്. ഫ്രണ്ടും ബാക്കും 1/2 ഇഞ്ച് വ്യത്യാസം എപ്പോഴും ഉണ്ടാവും നമ്മൾ ഈ കുഴിച്ച് വെട്ടണതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് 12 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്.
11.5 ഇഞ്ചായിരുന്നു നമുക്ക് ബാക്കിൽ ആം ഹോൾ വേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിൽ കൂടെ 1/2 ഇഞ്ചും കൂടി ഫ്രണ്ട് നമുക്ക് 12 കിട്ടുന്നുണ്ട്. ഇനി ബാക്കും നമുക്കൊന്ന് അളവെടുത്ത് നോക്കാം. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത ഭാഗത്തു നിന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അവിടുന്ന് നമ്മൾ കറക്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 11.5 ഇഞ്ച് കറക്റ്റ് ബാക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്തും മാർക്ക് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് വേണം വലിയ സൈസുകളൊക്കെ പ്ലസ് സൈസുകൾ ചുരിദാറുകളൊക്കെ കട്ട് ചെയ്യുമ്പോൾ നോക്കാൻ.